നമസ്കാരം. കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ്റെയും അതുകൂടാതെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും നീതി നിഷേധത്തിനെതിരെ കേരള കളരി സംരക്ഷണ മഹാസമിതി ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാരവാഹി ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? നിലവിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് കേരള കളരിപ്പയറ്റ് അസോസിയേഷനും അതോടൊപ്പം തന്നെ അതിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്പോർട്സ് കൗൺസിലും ഈ കാണുന്ന കളരിപ്പയറ്റിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതികരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം എത്രയോ വർഷമായിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ ഒരു പ്രസ്ഥാനം പോലെയാണ് അവരിതിനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ കളരിപ്പയറ്റിൽ അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഈ നാഷണൽ ഗെയിംസ് പോലുള്ള മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള അർഹതയുണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ പല പ്രഗത്ഭരായ ഗുരുക്കന്മാരെയും ഈ ഒരു പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല, അവർക്കാർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചിട്ടും അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ കേരളത്തിലുള്ള മുഴുവൻ ഗുരുക്കന്മാരും ഇതിന് പുറത്ത് നിൽക്കുന്നത്. അതായത് ഈ അസോസിയേഷൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് വളരെ കുറച്ച് ഗുരുക്കന്മാർ മാത്രമാണ്. കാരണം അവർ പറയുന്ന കേൾക്കുന്നവർക്ക് മാത്രമേ അവർ രജിസ്ട്രേഷൻ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു നിയമവിരുദ്ധമായി ചെയ്യുന്ന ഒരാൾ പ്രതികരിച്ചാൽ അന്ന് അയാളോട് ഇറങ്ങിപ്പോകാൻ പറയും. ഇതാണ് കേരള കളരിപ്പയറ്റ് അസോസിയേഷനിൽ ഇപ്പോൾ നടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ കേരള മൊത്തത്തിലുള്ള ഗുരുക്കന്മാർ കൂട്ടായ്മയായിട്ട് വന്ന് 7ഓളം വ്യത്യസ്തമായ സംഘടനകൾ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി എന്ന പേരിൽ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സമരമാർഗ്ഗമാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ സ്പോർട്സ് കൗൺസിൽ നിങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു നിഷേധാത്മക നിലപാടെടുക്കാനുള്ള കാരണം എന്താണ്? സ്പോർട്സ് കൗൺസിൽ തീർച്ചയായിട്ടും സ്പോർട്സ് കൗൺസിലും ഞങ്ങളുമായിട്ട് യാതൊരുവിധ വിരോധമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു നിലവിലെ നിയമം അനുസരിച്ചിട്ട് ഒരു സംഘടനയ്ക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കാൻ സ്പോർട്സ് കൗൺസിലിന് കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞ് 30 വർഷമായിട്ട് ഈ കളരിപ്പയറ്റ് അസോസിയേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാകുമ്പോൾ ഈ സ്പോർട്സ് കൗൺസിൽ എന്ത് ചെയ്യണം? ഇവരെയും കൂടി ഒന്ന് വാച്ച് ചെയ്യണം. ഇവരെന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് നീതി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് ചെയ്യാൻ അവർ തയ്യാറല്ല. സ്പോർട്സ് കൗൺസിൽ ഇതിന് പരാതി കൊടുത്തിട്ടും ഇത് അന്വേഷിക്കാനോ ഇതിൻ്റെ കാര്യങ്ങൾക്കോ തയ്യാറല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ കളരിപ്പയറ്റ് അസോസിയേഷനിലെ ആൾക്കാരെ പോയി കാണുമെന്നാണ് പറയുന്നത്. അവരിതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ആവശ്യം വന്നത്. നിങ്ങൾ ഈ ഒരു വിഷയം മന്ത്രിമാരെ മറ്റോ അറിയിച്ചില്ല? തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത പാർലമെൻറ്റ് ഇപ്പോൾ നവംബറിലോ ഒക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അതിലേക്കായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ ഇപ്പോൾ കേസായിട്ടുണ്ട്. പല ഭാഗത്തു നിന്നും പേപ്പറുകൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന മത്സരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനകം തന്നെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ആദ്യത്തെ സമരമുഖം എന്നുള്ള രീതിയിൽ സമാധാനപരമായി ഇവിടെ വന്ന് ഈ പ്രദർശനം നടത്തി ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. ഈ ഒരു മേഖല വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിവുള്ള ഗുരുക്കന്മാർ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ കളരി ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും സാധിക്കുന്നില്ല. മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് കുട്ടികളെ കൊണ്ടുപോയാൽ അത് അവർക്ക് ആ കുട്ടികളെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മത്സരം നടത്തുമ്പോൾ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ രക്ഷകർത്താക്കൾ കളരിപ്പയറ്റിലേക്ക് കുട്ടികളെ ഇറക്കി വിടുകയുള്ളൂ. ഇതൊരു സ്പോർട്സായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ മേഖലയിൽ നിൽക്കുന്നത് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ മാത്രമാണ്. അവർ ബാക്കിയുള്ളവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്ന ഗുരുക്കന്മാരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. പഠിപ്പിക്കാൻ ആളില്ലാണ്ടാകും, പഠിക്കാൻ കുട്ടികളില്ലാണ്ടാകും. ഇപ്പോൾ അവരെ ആകെ കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കാണ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏരിയയിൽ നമ്മൾ നോക്കിയാൽ 1-2 കളരിയായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അത് ഇത്രയും ദൂരം എന്നുള്ള കുട്ടികൾ കളരിയിലേക്ക് വരില്ല. അപ്പോൾ ഈ മേഖല തന്നെ നശിച്ചു പോകുന്നതിന് ഇത് കാരണമായി മാറും. അപ്പോൾ വലിയ കാര്യത്തിൽ നമുക്ക് പറയാം, നാഷണൽ ഗെയിംസ് വരെ ഇപ്പോൾ കളരിപ്പയറ്റ് എത്തി നിൽക്കുന്നില്ലേ എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. പക്ഷെ അവർ വിചാരിച്ചത് കൊണ്ടല്ല ഇത് കളരിപ്പയറ്റ് അതുവരെ എത്തിയത്. കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു കല, അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഈ പറയുന്ന അസോസിയേഷനെ അംഗീകരിക്കുകയല്ല ചെയ്തത്. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് കളരിക്കൽ അനീഷ് ഗുരുക്കൾ എന്നാണ്. ഞാൻ പയറ്റ് കളരി മർമ്മ ചികിത്സ അസോസിയേഷൻ്റെ സംസ്ഥാന ടെക്നിക്കൽ ഡയറക്ടറാണ്. എന്തായാലും കളരി സംരക്ഷണ മഹാസമിതി വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ റോഡിൽ പ്രതിഷേധ കളരിപ്പയറ്റ് നടത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നിരവധി ആവശ്യങ്ങളാണ് അവർ നമ്മുടെ സർക്കാരിനോട് ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.